അല്ലാഹു തആല അവർക്ക് കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട്, മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ കൊടുത്തങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയല്ല. അവരിലൂടെ അല്ലാഹു തആല പ്രകടമാക്കുന്ന അത്ഭുത കാര്യങ്ങൾ. സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പേഡ് ഉപയോഗിച്ചാണ് പുറത്തിറങ്ങിയത്. എന്ത്? ഈ ഔലിയാക്കളുടെ കറാമത്ത് പറയുന്നിടത്തൊക്കെ ഒരു നിയന്ത്രണം വേണം, ഒരു പരിധി വെക്കണം. നമുക്ക് തോന്നിയതുപോലെ എന്തും പറയാൻ പാടില്ല. അല്ലെങ്കിൽ അനുഭവങ്ങളാണ് എന്ന നിലക്ക് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ പാടില്ല എന്ന നിലക്ക് പേരോട് സഖാഫി, അലവി സഖാഫി പോലെയുള്ളവരൊക്കെ ഇറങ്ങി. ഇന്ന കഴിവേ നൽകുള്ളൂന്ന് സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ച് നിൽക്കണ്ട. കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് ഇനിയിപ്പോൾ ഈ ആയത്ത് എന്ത് ചെയ്യാം? റസൂലിൻ്റെ ഹദീസിലേക്കും യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ പാതയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. സാധാരണക്കാരോട് പറയാനുള്ളത്, ഇവർ നിങ്ങളെ ഒരുപാട് കബളിപ്പിച്ചിട്ടുണ്ട്. ആ കബളിപ്പിച്ചത് സമൂഹത്തിൽ അവരുടെ പൊയ്മുഖം പൊളിയുമെന്ന് മനസ്സിലായപ്പോഴാണ് ഹാരിസ് മദനിയെ പോലെയുള്ള ചെറിയ ചെറിയ ആളുകൾക്ക് തലപൊക്കി തുടങ്ങുന്നത്. ഇനിയും പലരും തിരുത്താനുണ്ട്. അതൊക്കെ തിരുത്തുന്നതിനുള്ള പരിപൂർണമായും സ്വാഗതം ചെയ്യും. ഇവിടെ ഉജാഗസ്ഥാനത്തിൻ്റെ ആദർശ പ്രയാണത്തിനു മുന്നിൽ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്കു മുന്നിൽ പലതവണയും അടിപതറി സമസ്തക്കാർ അവരുടെ ആദർശങ്ങളിൽ, അവരുടെ നയനിലപാടുകളിൽ മാറ്റം വരുത്തുന്ന കാഴ്ച നമ്മൾ പലകുറി കണ്ടവരാണ്. അതിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ഇത്തരം എപ്പിസോഡുകൾ ചർച്ചയ്ക്കെടുക്കുകയും വളരെ വിശദമായി നമ്മളിവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും അവസാനമായി ഇത്രയും കാലം സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഇസ്തിഗാസ നടത്തുന്നതിനും അവർ മഹാന്മാരോട് തവസ്സുൽ നടത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അസാധാരണക്കാർക്ക് അസാധാരണമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നതായിരുന്നു അവർ നാളിതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അവരിൽപ്പെട്ട ഒരു പണ്ഡിതൻ സംസാരിക്കുന്നത് കറാമത്തും മുഅ്ജിസത്തും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കഴിവല്ല, അത് അവരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന കാര്യമാണ് എന്ന് എന്താണോ ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതവർ പഠിച്ചു. അതിൻ്റെ ഭാഗമായി അവർ സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട്, മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ കൊടുത്തങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയല്ല. അവരിലൂടെ അല്ലാഹു തആല പ്രകടമാക്കുന്ന അത്ഭുത കാര്യങ്ങൾ, അതിനുള്ള ശേഷി അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അവരെ അല്ലാഹു അത്തരത്തിൽ ആദരിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കറാമത്തുകൾ വന്നിട്ടുണ്ട്, അവരിൽ നിന്ന് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കഴിവല്ല, അത് അവരുടെ നിയന്ത്രണത്തിലുള്ള കഴിവുമല്ല, അള്ളാഹുവിന്റെ കഴിവാണ്. ഇതിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാകുന്നു, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് ഉണ്ടാകുന്നു, അത് അവരുടെ കഴിവല്ല, അത് അവരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത്തരം ഒരു മാറ്റത്തിലേക്ക്, വളരെ അടിസ്ഥാനപരമായ ഒരു മാറ്റം അവരിലുണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിലെ പണ്ഡിതന്മാർ അവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും സംരക്ഷിച്ചു പോകുന്നത്, അതിനൊക്കെ നിലനിർത്തി പോകുന്നതിൻ്റെ വലിയ ഒരു അടിത്തറ എന്നത് ഈ കൊടുത്ത കഴിവ് എന്ന സങ്കല്പമാണ്. അവരുടെ കാഴ്ചപ്പാടിലുള്ള ഔലിയാക്കൾ അല്ലെങ്കിൽ മഹാന്മാർ ആരാണോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനും ഏതിനും കഴിവ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പ്രകടിപ്പിക്കാനും അതിലൂടെ പല കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനും കഴിയും എന്ന ഒരു തലത്തിലാണ് ഒരു നൂറ്റാണ്ട് കാലത്തോളമായി സമസ്തയുടെ പ്രയാണം ഉണ്ടായിട്ടുള്ളത്. ഈ കൊടുത്ത കഴിവ് എന്ന സങ്കല്പത്തിൻ്റെ, ഈ വാദത്തിൻ്റെ അടിവേര് നമ്മൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം അഥവാ 23 വർഷക്കാലം ഈ വാദത്തിൽ നിലനിൽക്കുന്ന ആളുകളെ നേരിട്ടത് 23 വർഷക്കാലം. കാരണം ലാത്ത, ഉസ്സ, മനാത്ത, ഹുബില് പോലെയുള്ള ആരാധ്യ വസ്തുക്കളോട് മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ വർഷങ്ങളോളം അവരുടെ പ്രശ്നങ്ങൾ, പരാതികൾ പറയാൻ കാര്യമായി കാരണമാക്കിയ വിഷയം എന്താണ്? അള്ളാഹു അവർക്ക് ഇതൊക്കെ ചെയ്തു തരാനുള്ള, സാധിപ്പിച്ചു തരാനുള്ള ഒരു ശേഷി കൊടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്
സമസ്തയുടെ ഈ നിലപാടിൽ വലിയ ഒരു മാറ്റം അവർക്ക് വന്നു. യഥാർത്ഥത്തിൽ മാറ്റം വരും എന്നത് ഉറപ്പാണ്. കാരണം വഹിയ് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പോലും വിജയിക്കാത്തൊരു വാദമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് അവരുള്ള കാലഘട്ടത്തിൽ ഖുറൈശികൾക്ക് വിജയം കാണാൻ പറ്റാത്തൊരു വാദമാണേത്? കൊടുത്ത കഴിവ് എന്ന സങ്കല്പം. അപ്പോൾ ഇസ്ലാമിൻ്റെ കാലത്ത് തന്നെ, തുടക്കകാലത്ത് തന്നെ തകർന്നു പൊളിഞ്ഞ ഒരു വാദമാണേത്? ഈ വാദം. ഇനി മാത്രമല്ല, ഇത് പിന്നീട് ഈ വാദത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ആളുകൾ ഷിയാക്കളാണ്. ഷിയാക്കൾ കൊണ്ടുവന്നു, അതേപോലെ സൂഫികൾ കൊണ്ടുവന്നു. അവരും ഒരു വലിയ ആദരവോടെ ബഹുമാനത്തോടെ, ഇപ്പോൾ ഷിയാക്കളുടെ നേതാവായ ഖുമൈനിയെ പോലെയുള്ള ആളുകൾ അവരെ ഗ്രന്ഥങ്ങളിലൊക്കെ കശ്ഫുൽ അസ്റാറിലൊക്കെ പ്രത്യേകം ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അവിടെ എഴുതി, അതിൽ ആ കിതാബിലൂടെ അവരാശയമായി പഠിപ്പിച്ച കാര്യമാണെന്ത്? മരണപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ള നേതാക്കന്മാർക്ക് ഇങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്, ഖുദറത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇത് ഷിയാക്കളെ വാദമാണ്. അത് പിന്നീട് സൂഫികളിലൂടെയൊക്കെ ലോകത്ത് പല നിലക്കും പ്രചാരം കിട്ടിയ ഒരു വാദമായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തത്തിൽ അഴുകി ജീർണിച്ച ഒരാശയം. അതിങ്ങനെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അവരുടെ പേപ്പറുകളിലും അവരുടെ പ്രസംഗങ്ങളിലും അതേപോലെ ചർച്ചകളിലും അവരുടെ വാഗ്വാദങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞിങ്ങനെ സൂക്ഷിച്ച് ഇതെന്തോ വലിയൊരു സമ്പത്താണ്, ഒരു നിധിയാണ് എന്ന നിലക്ക് കൊണ്ടുവന്നിരുന്ന കാര്യമാണേത്? ഈ സംഗതി. ഒരു നൂറ്റാണ്ട് കാലമായി അവർ ഇത് കൊണ്ടു നടക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് ഒരു 2022 ശേഷം സമസ്തയുടെ മുഷാവറയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ തോന്നി, നമ്മൾ അല്പമൊന്നുമല്ല വളരെ ആഴത്തിൽ തന്നെ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ട്. അഹ്ലുസുന്നയ്ക്ക് ഇല്ലാത്ത വിശ്വാസം നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് വഴിദൂരം പിഴവിൽ നമ്മൾ കാരണം സമൂഹവും അകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പേരോട് മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ 2022 പുറത്തിറങ്ങി. സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പേഡ് ഉപയോഗിച്ചാണ് പുറത്തിറങ്ങിയത്. എന്ത്? ഈ ഔലിയാക്കളുടെ കറാമത്ത് പറയുന്നിടത്തൊക്കെ ഒരു നിയന്ത്രണം വേണം, ഒരു പരിധി വെക്കണം. നമുക്ക് തോന്നിയതുപോലെ എന്തും പറയാൻ പാടില്ല, അല്ലെങ്കിൽ അനുഭവങ്ങളാണ് എന്ന നിലക്ക് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ പാടില്ല എന്ന നിലക്ക് പേരോട് സഖാഫി, അലവി സഖാഫി പോലെയുള്ളവരൊക്കെ ഇറങ്ങി പ്രത്യേക നോട്ടൊക്കെ കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രബോധകർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ വരെ എത്തി. നമ്മളത് കയ്യോടെ പിടികൂടി. ഈ ഒരു നൂറ്റാണ്ടിലേറെയായി മുജാഹിദ് പ്രസ്ഥാനം, സലഫികൾ ഇവിടെ പ്രമാണം കൊണ്ട്, ശരിയായ ആദർശം കൊണ്ട് ഇവരുടെ ഈ പൊള്ളത്തരങ്ങൾ കൃത്യമായി സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയുടെ വിജയമായിട്ടാണ് നമ്മൾ പേരോടിനെ പോലെയുള്ള ആളുകളുടെ ആ മാറ്റത്തെ കണ്ടത്. പിന്നീട് ഇങ്ങോട്ട് ആകെ താളം തെറ്റിയ അവസ്ഥയാണ്. അതായത് സമസ്തയുടെ ശരിയായ ആശയം നിലനിർത്തിക്കൊണ്ട് ഒരു വിഭാഗം കുരുവട്ടൂരികൾ അവരിങ്ങനെ അങ്ങാടികളിലും കവലകളിലും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങളെ നമ്മളിങ്ങനെ ഗണ്ണിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനോട് സമമാകുന്ന രൂപത്തിൽ പേരോടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഗണ്ണിച്ചു വരുന്നു. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ വഴി ചില ആളുകൾ രംഗത്ത് വന്നിട്ട് ഇത് സമസ്തക്കില്ലാത്ത വാദമാണ്, ഈ വാദത്തിലൂടെ പോയാൽ കാഫിറാകും, മുർത്തദ്ദാകും, മുഷിരിക്കാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ നിലക്കുള്ള വാഗ്വാദങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം, അത് ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. സോഷ്യൽ മീഡിയയിലും അങ്ങാടികളിലൊക്കെ സമസ്തയും തമ്മിൽ, ഒരേ ആശയത്തിൽപ്പെട്ടവർ തമ്മിൽ ഭയങ്കരമായ വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരേ ആശയത്തിൻ്റെ പേരിലാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മുഅ്ജിസത്ത് കറാമത്ത് വിഷയം, അമ്പിയാക്കൾക്ക് അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിൻ്റെ ഭാഗമായി കാണിക്കുന്ന മുഅ്ജിസത്ത്, അതേപോലെ ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾക്ക് ആദരവിൻ്റെ ഭാഗമായി അള്ളാഹു അവരിലൂടെ കാണിക്കുന്ന കറാമത്ത്, ഈ രണ്ട് കാര്യങ്ങളെ തെറ്റായി പഠിപ്പിച്ചുകൊണ്ടാണ് സമസ്ത എന്തായിട്ടുള്ളത് ഇവിടെ ഒരു നൂറ്റാണ്ടുകാലം. അഥവാ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നിരുപാധികം ജീവിതകാലത്തും മരണശേഷവും വ്യത്യാസമില്ലാതെ എന്തും ഏതും ചെയ്യാൻ അവർക്ക് സാധിക്കും, അവർക്ക് ഇച്ഛിക്കുമ്പോൾ സാധിക്കും. ഇതാണ് ഈ രണ്ട്
വിഷയങ്ങളുടെ കറാമത്തിൻ്റെയും മുഅ്ജിസത്തിൻ്റെയും നിർവചനമായിട്ട് ഷിയാക്കളുടെ സൂഫികളുടെ ഈ നിർവചനമാണ് അവർ ഇവിടെ പ്രചരിപ്പിച്ച് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തെറ്റായ വ്യാഖ്യാനത്തിൻ്റെ പുറത്താണ് എല്ലാ ജാറങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഒരു ജാറങ്ങളും ഇതിൽ നിന്ന് പുറത്തല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട ഈ മാറ്റം ഏത് അമ്പിയാക്കളിലൂടെ പ്രകടമാക്കുന്ന, അതാണല്ലോ ഇപ്പോൾ പുതിയ മാറ്റം, അല്ലെങ്കിൽ ഔലിയാക്കളിലൂടെ പ്രകടമാക്കുന്ന, അവരുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത എന്നാണ് ഞങ്ങളുടെ വാദം എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട മുസ്ലിയാരെ വർത്താനത്തിലുള്ളത്. അതാണിപ്പോൾ സമസ്തൻ്റെ വാദം. അതൊന്നുകിൽ സമസ്തനെ വെളുപ്പിക്കാൻ വേണ്ടി അയാൾ പറയുന്നു, അല്ലെങ്കിൽ അയാൾക്ക് സമസ്തൻ്റെ വാദങ്ങൾ മനസ്സിലായിട്ടില്ല. ഈ രണ്ടിലേതോ ഒന്നാണ് സമസ്തയുടെ വാദം. അപ്പോൾ ഇത് പിന്നെ ഈ മുസ്ലിയാർക്ക് അറിയാം, ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്താവ മുഹീസുന്ന എന്ന സമ്പൂർണ്ണ ഫത്താവയാണിത്. ഇതിൽ എന്താണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇതിൻ്റെ 403 പേജിൽ മൂപ്പര് പറയാണ്, മേൽ വിശദീകരണത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ ഇഷ്ടത്തിനൊത്ത് കണ്ടോ, ഇഷ്ടത്തിനൊത്ത് മുഅ്ജിസത്തും കറാമത്തും പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്നും ഔലിയായിന് യഥേഷ്ടം കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന വാദം പണ്ഡിത ലോകത്ത് അസ്വീകാര്യവും ബാലിശവുമാണെന്ന് വ്യക്തമായി. അപ്പോൾ യഥേഷ്ടം കഴിയും എന്ന് പറഞ്ഞാൽ അത് കഴിയാൻ മാത്രം കൊടുത്തിട്ടുണ്ട്, അവർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ മാത്രം എന്തായിട്ടുണ്ട്, അള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സമസ്തൻ്റെ വാദം. ഇനി മാത്രവുമല്ല, ഇതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് മൂപ്പര് പറയാം, 469 പേജിൽ കാണാം. ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അമ്പിയ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച, കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് തന്നെ വളരെ അകലെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഈ കഴിവ്, ഇനി നോക്കേണ്ടത്, ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്ന് സ്പഷ്ടമായി. എന്ത് ചെയ്യുക, ഇവിടെ എവിടെയാണ് പ്രകടിപ്പിക്കുക എന്നുള്ളത്? അതെ, പ്രകടമാക്കുക ഔദാര്യമായി കൊടുത്തു, അതാണ് കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ കഴിവ് അവൻ്റെ ഒരടിമക്കും കൊടുക്കൂല, ഒരടിമക്കും അള്ളാഹുവിൻ്റെ കഴിവ് എന്ത് ചെയ്യൂല, കൊടുക്കൂല. ഇത് സമസ്തയുടെ വാദമാണ്. ഇതിപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കോ അല്ലെങ്കിൽ പിന്നെ പേരോടിനോ കാന്തപുരത്തിനോ ആർക്കും ഇത് സമസ്തൻ്റെ വാദമല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് സമസ്തയുടെ അംഗീകൃത മുഫ്തിയാണ് ആര്, പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അപ്പോൾ യഥേഷ്ടം കൊടുത്ത ഒരു സംഗതി ഇപ്പോൾ ഈ വാഗ്വാദങ്ങൾക്ക് നടുവിൽപ്പെട്ട് എവിടെയും നിലനിൽക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യുക, മെല്ലെ ഇത്രയും കാലം പ്രമാണങ്ങൾ വെച്ച് സലഫികൾ പഠിപ്പിച്ച മുജാഹിദുകൾ പ്രമാണങ്ങൾ വെച്ച്, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ പിന്നെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട കിതാബുണ്ട്, മുഅ്ജിസത്ത് കറാമത്ത് വിശദീകരിക്കുന്ന പിന്നെ കിതാബുകളുണ്ട്. ആ കിതാബിലടക്കം പറഞ്ഞ നിർവചനത്തിലേക്ക് ആരെത്തിയത്, മദനെത്തിയത്. കാരണം അവരിലൂടെ നടപ്പിലാക്കുന്ന, പ്രകടിപ്പിക്കുന്ന എന്നാണ് കറാമത്തിൻ്റെയും അതേപോലെ തന്നെ മുഅ്ജിസത്തിൻ്റെ ശരിയായ നിർവചനം. അപ്പോൾ ഈ നിർവചനത്തിലേക്ക് സലഫികളുടെ പ്രമാണ ആശയ പ്രമാണം ശരിക്ക്, ആ പ്രയാണം ശരിക്ക് ഇവർക്ക് പിന്നെ ഭയങ്കരമായ ഒരു തലവേദനയായിട്ടുണ്ട്. അതിൽ നിന്നുള്ളൊരു മാറ്റം തന്നെയാണിത്. ഈ മാറ്റത്തിലേക്ക് മറുഭാഗത്തുള്ള ആൾ ഇവരെ വഹാബികൾ പുതിയ വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ആരോപണക്ക് യാഥാർത്ഥ്യമുണ്ട്, അത് വെറുതെ അല്ല. കാരണം യഥാർത്ഥ സലഫികൾ അഹ്ലുസുന്ന പറയുന്ന വാദമാണ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇവരെന്ത് ചെയ്യണത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രവുമല്ല, ഇപ്പോൾ ജാറങ്ങളെ കാര്യം മാത്രമല്ല, സകല മാലകളും ഈ വാദത്തിന്മേൽ എല്ലാ മൊഹീദ്ദി മാല, റിഫായി മാല, ഖുതുബിയത്ത് ഏതെടുത്താലും ആ മാലകളൊക്കെ ഈ ഒരൊറ്റ കാരണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതേപോലെ കള്ളക്കറാമത്ത് കഥ, ഇപ്പോൾ സി എം അടവൂരിൻ്റെ പേര് സാക്ഷാൽ കാന്തപുരം അവതാരിക എഴുതി കൊടുത്ത ഏറ്റവും പുതിയ പുസ്തകമാണിത്, അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി. ഇതിൽ മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് വരെയുള്ള കഥ ഉണ്ട്. അത് കറാമത്ത് കൊണ്ടാണ്, കറാമത്ത് കൊണ്ട് ജീവിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഓരോ കള്ളക്കഥകൾ ഇവർ പ്രചരിപ്പിച്ചത് മുഴുവൻ എന്താണ്, ഇതുപോലെയുള്ള മാലകൾ ഈ അടിസ്ഥാനത്തിൽ കെട്ടിത്തൂങ്ങി കടിച്ചു തൂങ്ങിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഈ നിലക്കുള്ള ഒരു മാറ്റം ഇത് ശരിക്ക് പ്രമാണത്തിൻ്റെ വിജയമാണ്, അഹ്ലുസുന്നയുടെ ആദർശത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ട് ഇവരെ പിന്നാലെ പോകുന്ന സാധാരണക്കാർ മനസ്സിലാക്കുക, ഇത് ജീർണിച്ച് അഴുകി ഞുരുമ്പിച്ച് തീരുമാനമായൊരു സംഗതിയാണ്. അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിന് വെളിച്ചം കൊടുക്കാൻ മുന്നിൽ നടന്ന പിന്നെ അഹ്ലുസുന്നയുടെ സലഫികളുടെ വക്താക്കൾക്ക് സന്തോഷിക്കാം. കാരണം ഈ നിലക്കുള്ള മാറ്റങ്ങൾ സമസ്തയുടെ
വേദികളിലൂടെ അതേപോലെ തന്നെ പണ്ഡിതന്മാരിലൂടെ പുറത്തു വരുമ്പോൾ നമുക്ക് ധാരാളമായി അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള വലിയ ഒരവസരം കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുക. ഇവിടെ സഫീർ അലിക്കുമേ നമ്മുടെ മുസ്ലിം സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം മാറ്റങ്ങൾ സംസ്ഥയുടെ ഇടക്കാലത്ത് പ്രത്യേകിച്ച് ഈ കൊറോണ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ സക്കാഫിൻ്റെ പ്രസംഗത്തിലൂടെ അലവി സക്കാഫിൻ്റെ പ്രസംഗത്തിലൂടെ ഒക്കെ കാന്തപുരം വരെ കുറേ വിഷയങ്ങൾ ഇസ്തിഹാസ വിഷയത്തിൽ പിന്നെ കറാമത്ത് വിഷയത്തിൽ ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ വാക്കല്ല അദ്ദേഹം പറയണത്. കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കൊടുത്ത കഴിവ് അല്ല, അവരിലൂടെ പ്രകടമാക്കുകയാണ്. അത് അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാനുള്ള കഴിവല്ല എന്ന് പറയുന്നതോടുകൂടി അവരതിൻ്റെ മേൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ കുറേ ആശയങ്ങളുടെ ഇവിടെ ഇസ്തിഹാസകൾ, മൗലൂദുകൾ, കുറേ ജാറകൾ തെക്കിൻ്റെ മേലെ നിൽക്കുന്നത്. ഇതാണ് അടിയിൽ നിന്ന് എടുക്കുന്നതോടുകൂടി എല്ലാം തകർന്നു പോവുകയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തെല്ലാം ഇനി തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ എവിടേക്കാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടി സംസാരിച്ചാൽ നന്നായിരിക്കും. ഇവിടെ മുസലൈ പറഞ്ഞതുപോലെ ഹാരിസ് മദനിയുടെ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പരിപൂർണ്ണ സ്വാഗതം ചെയ്യുകയാണ്. അതൊരു ശുഭലക്ഷണമായിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് അപ്ഡേറ്റുകൾ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് മുസ്താഖ് അലിക്കമി പറഞ്ഞതുപോലെ അവരുടെ ആശയത്തെ തന്നെ അടിച്ചില്ലാതാക്കേണ്ട സംഗതിയാണ്. കാരണം ഈ ഒരു അസലിന് മേലാണ്, ഈ ഒരു അടിത്തറയിന് മേലാണ് സമസ്ത എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നത്. മഹാന്മാർക്ക് അള്ളാഹു അവർക്ക് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാം. അതുകൊണ്ടാണ് വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മൊയ്തീൻ ഷേഖ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇവരെ കണക്കനുസരിച്ചിട്ട് മൊയ്തീൻ ഷേഖിന് അങ്ങനെയുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് വിളിച്ചാലും മൊയ്തീൻ ഷേഖിന് കേൾക്കാനും അതിന് ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ വിളിക്കാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഔലിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കഴിവുകൾ വകവെച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊരു പ്രത്യേക ദർജയിലേക്ക് എത്തിയവരാണ്. ആ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ അള്ള കാണും പോലെ കാണും, അള്ള കേൾക്കും പോലെ കേൾക്കും, അള്ള പിന്നെ അറിയും പോലെ അറിയും എന്നതൊക്കെ. അത് അങ്ങനെ അറിയുമോ എന്ന് നമ്മൾ പണ്ട് ഉസ്താദന്മാരോട് ചോദിച്ചപ്പോൾ അന്ന് മറുപടി പറഞ്ഞിരുന്നത് ആയത്തും ഹദീസൊക്കെ വെച്ചുകൊണ്ട് ഇത് അള്ളാഹ് അവർക്ക് യഥേഷ്ടം കൊടുത്തതാണ്. നിങ്ങൾ അവരോട് കണക്കില്ലാതെ കൊടുത്തു എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ മുൻപ് ഇവരുടെ നേതാക്കന്മാർ എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒന്നെനിക്ക് ചോദിക്കാനുള്ളത്, ഹാരിസ് മദനി ഇവിടെ തിരുത്തിയത് കൊണ്ടായില്ലല്ലോ. ഹാരിസ് മദനി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആയിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആളുകൾക്ക് കുറേ ചിന്തിച്ചു തുടങ്ങി. ഈ കൊറോണ കാലം മുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ആയതുകൊണ്ട് തന്നെ പലതും കാണാനും കേൾക്കാനും പഠിക്കാൻ തുടങ്ങിയപ്പോൾ പണ്ട് കാലത്തൊക്കെ വഹാബികളുടേത് കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ച അസലിന്മേലായിരുന്നു സമസ്ത പുരോഹിതന്മാർ നിന്നിരുന്നത്. അതുകൊണ്ടാണ് അവർ കുറേ ആശയങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ചതും. ഇന്നതല്ല, ഇന്ന് ആർക്കും എവിടെ നിന്ന് എന്തും കേൾക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇന്നത്തെ പിന്നെ കാലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോഴുള്ള പലതും തെറ്റായ നിലപാടാണെന്നുള്ള ഒരു ബോധ്യത്തിന്മേലാണ് ഹാരിസ് മദനി തിരുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഹാരിസ് മദനി തിരുത്തിയത് കൊണ്ടായോ? സമസ്തയുടെ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലോ അതല്ലെങ്കിൽ അവരുടെ ഔദ്യോഗികമായ നിലപാട് ഇത് തന്നെയാണോ, അവർ പണ്ട് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ സാധാരണക്കാരുടെ ചോദ്യം, പണ്ട് നിലപാട് എന്തായിരുന്നു? ആ പണ്ടത്തെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു ക്ലിപ്പ് വേണം. അലവി സഖാഫി ഇവരുടെ സമസ്ത AP വിഭാഗത്തിൻ്റെ പണ്ടുകാലം മുതലേ ഉള്ള ഒരു പ്രധാന പ്രൊമോട്ടറായ ഒരു പ്രഭാഷകനാണ്. അദ്ദേഹം പറയുന്നൊരു ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടോക്കാം. നൽകുന്നു ഖുർആൻ പറയുന്നു, ഇന്ന കഴിവേ നൽകുള്ളൂ എന്ന് സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ചു നിൽക്കണ്ട. പടച്ചോൻ പറയാ, വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. അപ്പം ഞാൻ ആലോചിച്ചത്, ഇനിയിപ്പോൾ ഈ ആയത്ത് എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഇവർ ഈ ഒരായത്ത് മാത്രമല്ല, അലവി സഖാഫി വേറെ ആയത്ത് തോന്നുന്നുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക് മുഅ്മിനീങ്ങൾ വിളിച്ചാൽ, അത് ഇന്ന സ്ഥലത്തൊന്നുമല്ല, എവിടെ നിന്ന് വിളിച്ചാലും എന്ത് സഹായവും എന്താണോ നമുക്ക് ആവശ്യം അതെല്ലാം ചെയ്തു തരാൻ മാത്രമുള്ള കഴിവ് ബിഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ലാതെ കൊടുത്തിരിക്കുന്നു. ആയത്ത് കൊണ്ടോതി ഈ കാര്യം സ്ഥാപിക്കാൻ വേണ്ടി കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ തേടുന്നത്. നിങ്ങളുടെ ഈ വിളി ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല, അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട്, സമദീയത്തെ വാരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നവർ അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും അസല്, അള്ളാഹുവാണ് സകല കഴിവുമുള്ളവൻ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നും ഇവർ നമ്മളെ സഹായിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന അടിസ്ഥാന അസലുണ്ടാക്കിയെടുക്കുകയും അതിനുവേണ്ടി ആയത്തുകൾ ഒരുപാട് ദുർവ്യാഖ്യാനിച്ചു.
ഒരുപാട് ഹദീസുകൾ ഓതി, ഒരുപാട് മുസലെ കാണിച്ചതുപോലുള്ള ഒരുപാട് പേജുകൾ, ഗ്രന്ഥങ്ങളുടെ പേജുകൾ നീക്കി വെച്ചു. ഇനി ഹാരിസ് മദനി പറഞ്ഞതാണ് ഇവരുടെ അടിസ്ഥാനമെങ്കിൽ ഈ പറഞ്ഞ ആയത്തുകളും ഈ പറഞ്ഞ ഹദീസുകളും ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ എന്താണ് ചെയ്യുക? അതും കൂടി സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ ഇവരുടെ വിഷയം ക്ലിയർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇവർ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലോകത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് അവനെ മാത്രം വിളിക്കണം എന്നുള്ളതാണ്. കൊടുത്ത കഴിവിൽ നിന്നും തേടുന്നു എന്ന് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളുടെ തൽബിയത്ത് കേൾക്കുമ്പോൾ റസൂൽ കേട്ടിരിക്കുമായിരുന്നു. അവർ പറയും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീകൻ ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്ക് ഹുമാ മലക്ക. അള്ളാഹുവേ, നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരൻ മാത്രമാണ്, അവനാണെങ്കിൽ നീ കൊടുത്ത കഴിവ് മാത്രമേ ആ പങ്കുകാരനുള്ളൂ. അപ്പോൾ പ്രവാചകന് പറയുമായിരുന്നു വൈലക്കും ഖദ് ഖദ് മതി, അവിടെ നിർത്ത്. അവരുടെ വിശ്വാസം എന്താ? കൊടുത്ത കഴിവിൽ നിന്ന് തേടുന്നു. മാനഅബ്ദുഹും ഇല്ലാലി യുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ, അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ തേടുന്നു. കൊടുത്ത കഴിവ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അള്ളാഹനെ അവർ വിശ്വസിച്ചിരുന്നു, അള്ളാഹനെ മനസ്സിലാക്കിയിരുന്നു. അതിനെയാണ് ഇസ്ലാം ശിർക്ക് എന്ന് പറഞ്ഞത്. ഇതേ വാദമാണ് സമസ്തയിലെ ആളുകൾ പറഞ്ഞപ്പോൾ അല്ല, മക്കയിലെ മുശ്രിക്ക് വേറെ അള്ളണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അതല്ല എങ്കിൽ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, മഹാന്മാരെ ചോദിച്ചാൽ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ്. അതുകൊണ്ട് എന്തും നമുക്ക് ചെയ്തു തരാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് അതവർക്ക് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇതൊക്കെ തെറ്റാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതലേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും റസൂലിൻ്റെ ഹദീസിലേക്കും യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ പാതയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. സാധാരണക്കാരോട് പറയാനുള്ളത്, ഇവർ നിങ്ങളെ ഒരുപാട് കബളിപ്പിച്ചിട്ടുണ്ട്. ആ കബളിപ്പിച്ചത് സമൂഹത്തിൽ അവരുടെ പൊയ്മുഖം പൊളിയുമെന്ന് മനസ്സിലായപ്പോഴാണ് ഹാരിസ് മദനിയെ പോലെയുള്ള ചെറിയ ചെറിയ ആളുകൾക്ക് തലപൊക്കി തുടങ്ങുന്നത്. ഇനിയും പലരും തിരുത്താനുണ്ട്. അതൊക്കെ തിരുത്ത് നമ്മൾ പരിപൂർണമായും സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥമായ ആശയം നിങ്ങൾ സമൂഹത്തോട് പറയും. നിങ്ങളുടെ പ്രസ്ഥാനത്തോടോ അതല്ലെങ്കിൽ ഈ സംഘടനയോടോ നമുക്ക് യാതൊരു എതിർപ്പുമില്ല. യഥാർത്ഥമായ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ഹാരിസ് മദനി ഇപ്പോൾ പറഞ്ഞതുപോലെ ശരിയായ തൗഹീദ് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്താൽ ആളുകളുടെ പരലോകം രക്ഷപ്പെടും. അതുകൊണ്ട് സാധാരണക്കാരെ മനസ്സിലാക്കേണ്ടത്, ഈ മുസ്ലിയാക്കന്മാരോ നേതാക്കന്മാരോ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ആശയത്തിൽ നമ്മൾ നിന്നാൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ കൂടി ഈ ഹാരിസ് മദനിയുടെ മാറ്റത്തെ പരിപൂർണമായും സ്വാഗതം ചെയ്യണം. ഏതായിരുന്നാലും ധാരാളം മാറ്റങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇങ്ങനെ സമസ്തയുടെ നാളുവഴികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല, കഴുത്ത് പഠിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ശുദ്ധ മലയാളം സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഓരോ എപ്പിസോഡിലും സംസാരിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പുതുതായി ഈ കൊറോണ കാലത്തിന് ശേഷം ഉണ്ടായതും നമ്മളിങ്ങനെ ഈ പോയിൻറ്റിൻ്റെ ഓരോ ചർച്ചകളിൽ എടുത്ത് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഹാരിസ് മദനി പറയുന്നത് ഏറ്റവും അശ്ലീയായ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ അവർ തിരുത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തിരുത്തി അവർ അഹ്ലുസുന്നയുടെ പാതയിലേക്ക് പൂർണ്ണമായി വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.